ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. സോ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങളുടെ 6ാമത്തെ പാഠമില്ലേ ഡിക്രീസിങ് നമ്പേഴ്സ്, ആ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതുപോലെ സീരീസ് തന്നിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന അടുത്ത നമ്പർ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഈ ഒരു മോഡലിലെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ചോദിച്ചേക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നോക്കിക്കേ, 6772, 6572, 6372. എങ്ങനെയാണ് നമ്മുടെ നമ്പേഴ്സ് പോകുന്നത്? ഈ ഓരോ നമ്പേഴ്സും പോകുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അടുത്ത 4ാമത്തത് എന്ത് വരുമെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇവിടെ ആദ്യത്തെ നമ്പർ 6772 അതെന്തായിട്ട് മാറി? 6572 ഇവിടെ മാറ്റം സംഭവിച്ചത് 6 അങ്ങനെ തന്നെ നിന്നിട്ടുണ്ട്. 772 എന്നുള്ളത് 572 ആയിട്ടുണ്ട്. സോ ഇവിടെ 772 572 ആയിട്ടുണ്ട്. ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ 2 ഡിജിറ്റുകൾ എന്താക്കിയാൽ മതി, കുറച്ച് നോക്കിയാൽ മതി. 772 മൈനസ് 572 എത്ര കിട്ടി? 0. 0 5 പോയാൽ 2, 200 ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി 6572 6372 തമ്മിൽ ഡിഫറൻസും ഇത് തന്നെയല്ലേ? നോക്കിക്ക്, 200 തന്നെയല്ലേന്ന്. 572 372 ആയത്. ഇത് രണ്ടും കുറച്ച് നോക്കിയാൽ ഡിഫറൻസ് കാണാം. നമുക്ക് 200 തന്നെയാണ് കിട്ടിയത്. സോ 200 വെച്ച് കുറഞ്ഞിട്ടാണ് ഓരോ നമ്പേഴ്സും പോകുന്നത്. ഇനി നമുക്ക് അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 6372 നിന്നും 200 കുറച്ച് നോക്കിയാൽ പോരെ. സോ നമുക്ക് അടുത്ത നമ്പർ ഏതാണെന്ന് കാണാൻ പറ്റും. 2 7 3 2 പോയാൽ 1 6 6172 നമുക്ക് അടുത്തൊരു നമ്പറായിട്ട് കിട്ടുക. സോ നമ്മൾ അടുത്ത നമ്പർ കണ്ടുപിടിച്ചില്ലേ? ഇനി നമുക്ക് അടുത്തത് ഏതാണ് വരിക എന്ന് കാണാൻ വേണ്ടിയിട്ട് 6172 200 കുറയ്ക്കുക വീണ്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0. 1 നിന്ന് 2 പോയില്ല. സോ നമ്മൾ കടമെടുക്കും. 5 നാവും, അത് 11 നാവും. 11 നിന്ന് 2 പോയാൽ 9, 5 ഇറക്കിയിട്ട് എഴുതും. സോ നമുക്കിവിടെ 5972 5972 എന്ന് കിട്ടി. ഇനി അടുത്ത സംഖ്യ ഏതാണെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വീണ്ടും 200 കുറച്ചിട്ടായിരിക്കും അടുത്ത നമ്പർ എന്ന് പറയുന്നത്. സോ 5972 നിന്നും 200 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 5772 എന്ന് കിട്ടും. നമ്മളിവിടെ സീരീസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 3 എണ്ണം കൂടി നമുക്ക് എഴുതാനായിരുന്നു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത 200 വെച്ച് കുറഞ്ഞിട്ടാണ് പോകുന്നത്. സോ നമ്മൾ ഓരോ നമ്പറിനോടും 200 വെച്ച് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2365, 2254, 2143 എന്നിങ്ങനെയാണല്ലോ നമ്മുടെ നമ്പേഴ്സ് സീരീസ് പോകുന്നത്. അടുത്ത 3 നമ്പേഴ്സ് ഏതാണ് വരിക എന്ന് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ഇത്, ഓരോ നമ്പേഴ്സും തമ്മിൽ എന്തായിരിക്കും? ഒരു സെയിം ഡിഫറൻസ്, ഒരു സെയിം വ്യത്യാസത്തിലായിരിക്കും പോകുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ നമ്പറിൽ നിന്ന് കുറഞ്ഞിട്ടാണ് അടുത്തൊരു നമ്പർ വരുന്നത്. സോ നമുക്ക് ആദ്യത്തെ നമ്പറിൽ നിന്നും 2ാമത്തെ നമ്പർ ഒന്ന് കുറച്ച് നോക്കാം ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട്. 2365 2254 ആയപ്പോൾ 2 അങ്ങനെ തന്നെ നിന്നു. 365 എന്നുള്ളത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? 254 ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇത് കുറഞ്ഞിട്ടാണ് വരുന്നത്. എത്രയാണ് നമുക്കിവിടെ വ്യത്യാസം വരുന്നത്? 365ഉം 254ഉം തമ്മിലുള്ള വ്യത്യാസം കാണാൻ അത് രണ്ടും തമ്മിലൊന്ന് കുറയ്ക്കാം. 5ൽ നിന്ന് 4 പോയാൽ 1, 6ൽ നിന്ന് 5 പോയാലും 1, 3ൽ നിന്ന് 2 പോയാൽ 1.
1. സോ മക്കളെ ഇവിടെയുള്ള ഡിഫറൻസ് വ്യത്യാസം എന്ന് പറയുന്നത് 111 111 ആണ്. സോ നമുക്ക് ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് പോയപ്പോൾ അവിടെ 111 കുറച്ചിട്ടാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇത് തന്നെയാണോ 2254 2143 തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇവിടെയും 2 അങ്ങനെ തന്നെ നിന്നിട്ടുണ്ട്. 254 143 ആയിട്ടുണ്ട്. ആ 2 സംഖ്യകൾ കൂടി തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് 111 ആണോ എന്നൊന്ന് നോക്കാം. സോ ഇവിടെ 4ൽ നിന്ന് 3 പോയാൽ 1, 5ൽ നിന്ന് 4 പോയാൽ 1, 2ൽ നിന്ന് 1 പോയാൽ 1, 111. അതേ അടുത്ത നമ്പറുകളും തമ്മിലുള്ള വ്യത്യാസം 111 തന്നെയാണ്. സോ നമുക്ക് ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അടുത്ത നമ്പറും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ത് തന്നെ ആയിരിക്കും? 111 ആയിരിക്കും. ഇതിൽ നിന്ന് 111 കുറച്ച് നോക്കിയാൽ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും, അടുത്ത നമ്പർ കിട്ടും. അപ്പോൾ നമുക്കിവിടെ 2143 മൈനസ് 111 ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ചെയ്യുമ്പോൾ 3ൽ നിന്ന് 1 പോയാൽ 2 ആണ്, 4ൽ നിന്ന് 1 പോയാൽ 3 ആണ്, 1ൽ നിന്ന് 1 പോയാൽ 0 ആണ്, 2 ഇറക്കി തന്നെ ഇടും. സോ നമുക്കിവിടെ 2032 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ അടുത്ത നമ്പർ 2032 കിട്ടും. ഇനി അടുത്ത 5ാമത്തെ നമ്പർ ഏതാണെന്ന് കാണാൻ വേണ്ടിയിട്ട് 2032ൽ നിന്ന് 111 കുറച്ച് കുറയ്ക്കാം. നമുക്ക് ഇവിടെ 2ൽ നിന്ന് 1 പോയാൽ 1 ആണ്, 3ൽ നിന്ന് 1 പോയാൽ 2 ആണ്, 0ൽ നിന്ന് 1 പോവോ? ഇല്ല. സോ നമ്മൾ അപ്പുറത്ത് നിന്ന് കടമെടുക്കും. 2ൽ നിന്ന് കടമെടുക്കുമ്പോൾ 0 എന്നുള്ളത് 10 ആവും, 2 എന്നുള്ളത് 1 ആവും. 10ൽ നിന്ന് 1 പോയാൽ 9 ആണ്, 1 നിറക്കി എഴുതുക. 1921 നമുക്ക് അടുത്ത നമ്പറും കിട്ടി. ഇനി അടുത്തത് ലാസ്റ്റ് 1 കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള നമ്പറിൽ നിന്ന് 111 കുറയ്ക്കാം. 1921ൽ നിന്ന് 111 കുറയ്ക്കാം. 1ൽ നിന്ന് 1 പോയാൽ 0, 2ൽ നിന്ന് 1 പോയാൽ 1 ആണ്, 9ൽ നിന്ന് 1 പോയാൽ 8 ആണ്, 1 ഇറക്കി എഴുതുക. നമുക്ക് 1810 എന്നാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഈ സീരീസിൽ ഓരോ നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 111 ഡിക്രീസ് ചെയ്ത് പോവുകയാണ്, കുറഞ്ഞുങ്ങാണ്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ നമുക്ക് അടുത്ത സംഖ്യകൾ, ഈ സീരീസിൽ അടുത്ത സംഖ്യകൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് 2020, 1920, 1820 എന്നിങ്ങനെയാണ് നമ്മുടെ സീരീസ് പോകുന്നത്. അടുത്ത 2 നമ്പേഴ്സ് ഏതാണെന്നാണ് നമ്മളെ ചോദ്യം. ഇവിടെ 2020 1920 ആയിട്ട് മാറിയതാണ്. സോ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. നമുക്കറിയാം ഇവിടെ സീരീസ് ഡിക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 2020ൽ നിന്ന് 1920 കുറയ്ക്കാം. 0 പോയാൽ 0, 2 പോയാൽ 0, 9 പോവില്ല. സോ നമ്മൾ കടമെടുക്കും. 2ൽ നിന്ന് 1 എടുക്കുമ്പോൾ അത് 10 ആവും, 2 എന്നുള്ളത് വെട്ടിപ്പോയി 1 എന്നാവും. 10ൽ നിന്ന് 9 പോയാൽ 1 ആയി, 1ൽ നിന്ന് 1 പോയാൽ 0, 100 ആണ് നമുക്ക് ഇവിടെ ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത്. സോ ഇനി നമുക്ക് അടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസും 100 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. 1920ലേക്ക് എന്താണ് 100 കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള നമ്പർ തന്നെയാണോ കിട്ടുന്നത് നോക്കാം. 0ന്ന് 0 പോയാൽ 0, 2ന്ന് 0 പോയാൽ 2 ആണ്, 9ൽ നിന്ന് 1 പോയാൽ 8 ആണ്, 1 ഇറക്കി എഴുതുക. നമുക്ക് കിട്ടിയിട്ടുള്ളത് 1820 ആണ്. ഇത് തന്നെയല്ലേ ക്വസ്റ്റ്യനിലുള്ളത്. സോ ഓരോ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 100 തന്നെയാണ്. നമുക്ക് അടുത്ത നമ്പർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 1820ൽ നിന്നും 100 മൈനസ് ചെയ്താൽ മതി. സോ ഇവിടെ 1820 മൈനസ് 100 എത്ര കിട്ടും? ചെയ്ത് നോക്കാം. 1820 മൈനസ് 100 ആണ്. 0ൽ നിന്ന് 0 പോയാൽ 0, 2ൽ നിന്ന് 0 പോയാൽ 2 ആണ്, 8ൽ നിന്ന് 1 പോയാൽ 7 ആണ്, 1 ഇറക്കി എഴുതുക. നമുക്ക് ആൻസർ 1720 എന്ന് കിട്ടി. ഇനി അടുത്തൊരു സംഖ്യ കൂടി നമ്പർ കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി? 100 കുറച്ചാൽ മതി. 1720ൽ നിന്ന് 100 കുറച്ചാൽ മതി അടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട്. 0ന്ന് 0 പോയാൽ 0, 2ന്ന് 0 പോയാൽ 2 ആണ്, 7ൽ നിന്ന് 1 പോയാൽ 6 ആണ്, 1 ഇറക്കി എഴുതുക. 1620 എന്നാണ് ആൻസർ വരുന്നത്. ഈ ഒരു സീരീസ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓരോ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 100 ഡിക്രീസ് ചെയ്യാണ്. ഇനി അടുത്ത സീരീസ് നോക്കിക്കേ. 7520,
7409, 7298 എന്നിങ്ങനെയാണ് പോകുന്നത്. സോ ഇതിലുള്ള ആൻസർ അടുത്ത നമ്പർ ഏതാണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓരോ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, ഇവിടെയും കുറഞ്ഞിട്ടാണ് ഡിക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ ആദ്യം നിങ്ങൾ എത്രയാണ് ഡിക്രീസ് ആവുന്നതെന്ന് കാണുക, എന്നിട്ട് മൂന്നാമത്തെ നമ്പറിനോട് ആ ഒരു ഡിഫറൻസ് കുറച്ചിട്ട് അടുത്ത നമ്പർ കാണുക, പിന്നെ വീണ്ടും അടുത്ത നമ്പർ കാണുക. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനു ഈസ് പ്രിപ്പയറിംഗ് നമ്പർ ചാർട്ട് ഫോർ ദി സ്കൂൾ മാത്തമാറ്റിക്സ് ഫെയർ. മാത്തമാറ്റിക്സ് ഫെയറിന് വേണ്ടിയിട്ട് അനു ഒരു നമ്പർ ചാർട്ട് തയ്യാറാക്കുകയാണ്. റൈറ്റ് ദി മിസ്സിങ് നമ്പേഴ്സ്. ഇവിടെ മിസ്സായിട്ടുള്ള നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സീരീസ് നോക്കിക്കേ, 3225 ആണ്. ദെൻ 4325, 5425 എന്നിങ്ങനെയാണ് പോകുന്നത്. ഇതിലൊരു പ്രത്യേകത ഉണ്ടാവും ഈ ഒരു സീരീസിന്. ആ ഒരു പ്രത്യേകത കണ്ടുപിടിച്ചാലേ നമുക്ക് എന്താണ് അടുത്ത നമ്പർ ഏതാണെന്ന് എഴുതാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്. 3000 ഉള്ളത് 4000 ആയി, 5000 ആയി. സോ ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടാണ് ഓരോ നമ്പേഴ്സും പോകുന്നത്. ഈ നോക്കിക്കേ, 3 എന്നുള്ളത് 4 എന്നായി, 4 എന്നുള്ളത് 5 എന്നായി അല്ലേ. സോ അടുത്തത് എന്താവും, ആദ്യത്തിൽ 6 എന്നായിരിക്കും വരിക. രണ്ടാമത്തെ നമ്പർ 2 എന്നുള്ളത് 3 എന്നായി, 3 എന്നുള്ളത് പിന്നെ 4 എന്നായി. അതും ഇങ്ങനെ കൂടി വരികയാണ്. 2, 3, 4. അടുത്തത് എന്താണ് വരിക, 5 എന്നാണ് വരിക. അടുത്തത് 25, 25, 25 എന്നാണ് എല്ലാത്തിലും വരുന്നത്. സോ നമുക്കും 25 എന്ന് എഴുതാം. സോ നമ്മുടെ അടുത്ത സംഖ്യ 6525 ആണ് കിട്ടിയത്. അടുത്തത് നാലാമത്തേത് എന്താവും, 6 എന്നുള്ളത് 7 എന്നാവും, 5 എന്നുള്ളത് 6 എന്നാവും, 25 അതേപോലെ. സോ നമുക്കിവിടെ 7625 എന്നായി. നമ്മുടെ ഈ ഒരു സീരീസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി താഴത്തേത് നോക്കിക്കേ, 1300, 2600, 3900 എന്നിങ്ങനെയാണ് പോകുന്നത്. ഇതും ഒരു എന്താണ്, ഒരു ഇൻക്രീസിങ് സീരീസ് ആണ്. കൂടിയിട്ടാണ് പോകുന്നത്. 1300 ഉള്ളത് 2600 ആയി. ഇവിടെ ലാസ്റ്റ് എണ്ണത്തിലും 00 വരുന്നുണ്ട്. 13 എന്നുള്ളത് 26 ആയി അല്ലേ. 13 എന്നുള്ളത് 26 ആവാൻ എത്രയാണ് 13നോട് കൂട്ടിയത്, 13 തന്നെയാണ് അല്ലേ. 13ഉം 26ഉം തമ്മിലുള്ള ഡിഫറൻസ് 13 ആണ്. ഇവിടെ ഓരോ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1300 ആണ്. നിങ്ങൾ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് 2600 നിന്ന് 1300 കുറച്ച് നോക്കിയാലും മതി. അതായത് ഇവിടെ ഇനി അടുത്ത് നോക്കിക്കേ, ഡിഫറൻസ് 3900ഉം 2600ഉം തമ്മിലുള്ള ഡിഫറൻസും 1300 ആണ്. ഇവിടെ ഈ ഒരു സീരീസിൽ 1300 കൂടി പോയിട്ടാണ് അടുത്ത നമ്പർ കിട്ടുന്നത്. സോ നമുക്ക് അടുത്ത നാലാമത്തെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ 3900നോട് 1300 കൂട്ടുക. നമുക്കിവിടെ 3900 പ്ലസ് 1300 ചെയ്യുമ്പോൾ 000 ആണ്. 0 + 0 0, 9 + 3 12 ആണ്. 2 എഴുതി ബാലൻസ് അവിടെ എഴുതും. 3 + 1 4, 4 + 1 5, 5200 ആണ് നമ്മുടെ അടുത്ത നമ്പർ വരിക. ഇനി അടുത്തത് കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ 1300 എഗെയിൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എത്ര കിട്ടി, 6500 എന്ന് കിട്ടി. സോ ഈ സീരീസിലെ അടുത്ത 2 നമ്പറുകൾ എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത സീരീസ് നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ളൊരു സീരീസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 5555, 5666, 5777. ഇത് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാതെ നമുക്ക് അടുത്ത നമ്പർ പറയാൻ പറ്റും. അടുത്തത് 5888 ആണ്. ഇനി അടുത്തത് 5999 ആണ്. നിങ്ങൾക്ക് ഡിഫറൻസ് കാണണമെങ്കിൽ, കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ 2 നമ്പേഴ്സ് തമ്മിൽ കുറച്ച് നോക്കിയാൽ മതി. ഇവിടെ ഡിഫറൻസ് വരുന്നത് 111 ആണ്, 111 ആണ്. സോ നമുക്കിത് ഡിഫറൻസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അടുത്ത നമ്പർ ഏതാണെന്ന് കിട്ടിയത്. സിമ്പിൾ ആയിട്ടുള്ളൊരു സീരീസ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും ചോദിക്കുക ഡിക്രീസിങ് സീരീസ് ആയിരിക്കും. നമ്മൾ ആദ്യം ചെയ്തില്ലേ, ഈ ഒരു വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് ചെയ്ത ആ ഒരു മോഡലില്ലേ, അതായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ്. സോ ഇതുപോലെയുള്ള
സീരീസുകൾ നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റിയൊരു ആക്ടിവിറ്റിയാണ് ഇത്. സോ ഈ വീഡിയോയിൽ ഇത്രയും മാത്രമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് മുൻപേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. സോ നെക്സ്റ്റ് ഏത് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് കൂടി നിങ്ങൾ കമൻ്റായിട്ട് പറയാം. നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കാൻ മറക്കരുത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.